കർത്താവ് നിങ്ങളോട് കൂടെയും അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 12, 28 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് ഒരു നിയമജ്ഞൻ വന്ന് യേശുവിനോട് ചോദിച്ചു, എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന ഏതാണ്? യേശു പ്രതിവചിച്ചു, ഇതാണ് ഒന്നാമത്തെ കൽപ്പന. ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. രണ്ടാമത്തെ കൽപ്പന, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇവയേക്കാൾ വലിയ കൽപ്പനകളൊന്നുമില്ല. നിയമജ്ഞൻ പറഞ്ഞു, ഗുരു, അങ്ങ് പറഞ്ഞത് ശരി തന്നെ. അവിടുന്ന് ഏകനാണെന്നും അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെപ്പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുന്നതും എല്ലാ ദഹന ബലികളെയും യാഗങ്ങളേക്കാൾ മഹനീയമാണെന്നും അങ്ങ് പറഞ്ഞത് സത്യമാണ്. അവൻ ബുദ്ധിപൂർവം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല. പിന്നീട് യേശുവിനോട് ചോദ്യം ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, തിരുസഭയിൽ നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നൊരു വിശുദ്ധനുണ്ട്, വിശുദ്ധ നോർബർട്ടൈൻ സഭ. അതിലെ മിഷണറിമാർ ലോകത്തിലെ നാനാഭാഗങ്ങളിൽ കർത്താവിൻ്റെ ആ ഒരു നാമത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു സഭാംഗങ്ങളാണ്. വിശുദ്ധ നോർബർട്ടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വിശുദ്ധ പൗലോസിന് സംഭവിച്ച ഏതാണ്ട് സമാനമായ ഒരു കാര്യം ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും സംഭവിച്ചു. നോർബർട്ടിൻ്റെ ഒരു പ്രശ്നം, സെമിനാരി ചേർന്നെങ്കിലും അദ്ദേഹത്തിന് പിന്നെ മുമ്പോട്ട് പോകാൻ താല്പര്യമില്ലായിരുന്നു. കാരണം കൂടുതൽ ഈ നിയമങ്ങൾ പാലിക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യം അത് നഷ്ടമാകും എന്നൊക്കെ ചിന്തിച്ച് പിന്നെ അധികം മുമ്പോട്ട് പോകാതിരുന്ന ഒരു വ്യക്തിയാണ്. നോർബർട്ടിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തെ ബാധിച്ച 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഉല്ലാസ ജീവിതം. മാക്സിമം ഈ ഭൂമിയിൽ ഉല്ലാസത്തിൽ എന്ന് പറഞ്ഞാൽ സുഖജീവിതം, അടിച്ചുപൊളിച്ച് ജീവിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, അദ്ദേഹം അലസനായിരുന്നു. ഈ 2 കാര്യങ്ങൾ മാറാൻ അസാധാരണമായൊരു ദൈവിക ഇടപെടൽ ആവശ്യമായിരുന്നു. അത് സംഭവിച്ചു. നമുക്കറിയാം, അപ്പോസ്തല പ്രവർത്തനം 8 നമ്മൾ കാണുന്നത് സഭയെ ഇടിച്ചു പൊളിക്കുന്ന സാവൂൾ. 9-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് കുതിരപ്പുറത്ത് താഴെ വലിച്ചെറിയപ്പെട്ടിട്ട് കണ്ണിൻ്റെ കാഴ്ചയെല്ലാം നഷ്ടപ്പെട്ട സാവൂൾ. അതിനുശേഷം 10-ാം അധ്യായം തുടങ്ങി 28 വരെ നമ്മൾ കാണുന്നത് തീഷ്ണമതിയായിട്ട് പ്രവർത്തിച്ച പൗലോസ്. സാവൂൾ പൗലോസായി മാറി. അതിന് ഇതുപോലൊരു ദൈവിക ഇടപെടൽ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. വിശുദ്ധ നോർബർട്ടിൻ്റെയും ജീവിതത്തിൽ അതുപോലൊരു സംഭവം ഉണ്ടായി. അവന് കൊട്ടാരം ഉണ്ടായിരുന്നു, സുഖജീവിതം കഴിച്ചിരുന്നവൻ, കുതിര സവാരി ചെയ്തിരുന്നവൻ. ഒരിക്കൽ കുതിരപ്പുറത്ത് നിന്നും വലിച്ചെറിയപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം ബോധമില്ലാതെ ഒരു 2 മണിക്കൂർ നേരം അവിടെ കിടന്നു. ഇത് കഴിഞ്ഞ് ബോധം തെളിഞ്ഞു വന്നപ്പോൾ അദ്ദേഹം ഒരു സ്വരം കേട്ടു. അതുകൊണ്ട് എന്താണ് നീ ആവശ്യപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോൾ ദൈവത്തിൻ്റെ സ്വരം അവന് കേൾക്കാൻ പറ്റി. ആ സ്വരം പറഞ്ഞത്, തിന്മ ഉപേക്ഷിക്കുക, നന്മ ചെയ്യുക, സമാധാനത്തിൻ്റെ പാതകൾ നീ പിന്തുടരുക. നോർബർട്ട് തിരിച്ച് കൊട്ടാരത്തിലേക്കല്ല പോയത്. നോർബർട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് അവൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുത്തു. അങ്ങനെ ആ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവൻ വീണ്ടും അവൻ്റെ സമർപ്പണ ജീവിതം തുടർന്ന് നല്ല വൈദികനായി കർത്താവിന് വേണ്ടി സേവനം അനുഷ്ഠിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സഭ നവീകരിക്കപ്പെടാൻ അദ്ദേഹം ചില പോരായ്മകളൊക്കെ ചൂണ്ടിക്കാണിച്ചു. ചിലരത് അംഗീകരിച്ച് നവീകരണത്തിന് തയ്യാറായി. പക്ഷെ മറ്റു ചിലരിൽ നിന്നും വലിയ എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആദ്യവായനയുടെ വെളിച്ചത്തിൽ വേണമെങ്കിൽ നമുക്ക് വചനത്തിന് വിലങ്ങിടുന്നവരായി മാറാൻ പറ്റും.
വേണമെങ്കിൽ നമുക്ക് വചനത്തെ പ്രതി നമ്മൾ ആ വിലങ്ങ് ഏറ്റെടുക്കുന്ന അതിന് പോലും മനസ്സ് കാണിക്കുന്ന വ്യക്തികളായി മാറാൻ പറ്റും. ഇതിനൊക്കെ അസാധാരണമായ എന്തെങ്കിലും അനുഭവം നമുക്കുണ്ടായാലേ പൗലോസിനെ പോലെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ, വചനത്തിന് വിലങ്ങിടാൻ എന്നെ കിട്ടത്തില്ല. വചനത്തെ പ്രതി ഞാൻ വിലങ്ങ് വയ്ക്കപ്പെട്ടവനായിട്ട് ജീവിക്കണോ? അത് ചെയ്യും. ആ സഹനം ഞാൻ ഏറ്റെടുക്കണമെങ്കിൽ അതിന് ഞാൻ തയ്യാറാകും എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് പൗലോസ്ലീഹ എന്ന് ഇന്നത്തെ ആദ്യ വായനയുടെ വെളിച്ചത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇന്നത്തെ സുവിശേഷ ഭാഗം ഒരു ചെറുപ്പക്കാരൻ വളരെ സ്മാർട്ടായിട്ട് വർത്തമാനം പറയുന്നത് കാണാൻ പറ്റും. ഇന്നും സമൂഹത്തിൽ നമ്മൾ കണ്ടെന്ന് വരും ഇതുപോലെ വളരെ സ്മാർട്ടായിട്ട് വർത്തമാനം പറയാൻ അറിയാവുന്നവർ. ചിലപ്പോൾ നമ്മുടെ തന്നെ വീട്ടിലുണ്ടാകും വളരെ സ്മാർട്ടായിട്ട് വർത്തമാനം പറയുന്നവർ. ഇനി അതിലല്ല കാര്യം എന്നുള്ളത് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ കാണുകയാണ്, നിയമത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും കർത്താവിനേക്കാൾ അറിവുള്ളവനെ പോലെ ഈ മനുഷ്യൻ സംസാരിച്ചു. നീ പറഞ്ഞത് കറക്റ്റാണ്, ഇതാണ് ശരിക്കും ചെയ്യേണ്ടത്, ഇതാണ് സുപ്രധാനമായ കൽപ്പന. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവൻ ഏറ്റു പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. കർത്താവ് അവനെ മനസ്സിലാക്കി. അവൻ്റെ സംസാരമല്ല, അവൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവ് നോക്കി. എന്നിട്ട് കർത്താവ് പറഞ്ഞ ഒരു കാര്യം, മനുഷ്യരാണ് ഇവന് ഫുൾ മാർക്ക് കൊടുക്കണ്ടേ, കാരണം അത്ര കാര്യമായിട്ട് വർത്തമാനം പറഞ്ഞവൻ. പക്ഷെ കർത്താവ് പറഞ്ഞൊരു കാര്യം, നീ ദൈവരാജ്യത്തിൽ നിന്നും വിദൂരത്തല്ല. നമുക്കറിയാമല്ലോ, ഒരു ബസ് ഞാൻ അതിൻ്റെ തൊട്ടടുത്ത് ചെന്നതായിരുന്നു, പക്ഷെ ആ ബസ് വിട്ടുപോയി. എന്ത് കാര്യം? തൊട്ടടുത്ത് ചെന്ന വണ്ടിയെ തൊട്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അതിനകത്ത് കയറിയെന്നുള്ളതാണ്. നമുക്ക് ആ ബസ്സിൽ യാത്ര ചെയ്ത് ഒരു സ്ഥലത്തെത്തണമെങ്കിൽ ആ ബസ്സിൻ്റെ അകത്ത് കയറണമായിരുന്നു. പറയുണ്ട്, ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലാകുന്നതും ദൈവരാജ്യത്തിൻ്റെ അടുത്തെത്തുന്നതും രണ്ടും രണ്ടാണ്. ഇത്രയും സ്മാർട്ടായിട്ട് വർത്താനം പറഞ്ഞവൻ സ്വർഗരാജ്യത്തിൽ പോയില്ലെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യം, എന്തെങ്കിലും വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ അല്പസ്വല്പമൊക്കെ ചെയ്ത് ഞാൻ സ്വർഗത്തിൽ പൊയ്ക്കോളും എന്ന് വിചാരിച്ചാൽ അത് എത്രമാത്രം ശരിയാവും? ഈ മനുഷ്യനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കണം. എന്നിട്ട് അവനോട് പറഞ്ഞത്, നീ ദൈവരാജ്യത്തിൽ നിന്നും വിദൂരത്തല്ല. യാക്കോബ് 3-ാം അധ്യായം അതിൻ്റെ 13 മുതൽ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, യഥാർത്ഥ ജ്ഞാനം അതിൻ്റേതായിട്ടുള്ള ചില സൂചനകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. 3 ലെവലിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, പൈശാചിക ജ്ഞാനം എന്ന് പറഞ്ഞാൽ പിശാച് നമ്മളെ പലതും പഠിപ്പിക്കും. പിശാചിൻ്റെ ഒരു ശ്രദ്ധ എന്ന് പറഞ്ഞാൽ നുണ സത്യമായിട്ട് വിശ്വസിപ്പിക്കുക. ഇന്ന് ആ വിശ്വാസം കൊണ്ട് നടക്കുന്ന വ്യക്തികളെ കാണാൻ സാധിക്കും, അതല്ല ഇതാണ് കറക്റ്റ്, അങ്ങനെ നിർബന്ധം പിടിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റും. പ്രേരണ പിശാചിൻ്റെയാണ്. അപ്പം അങ്ങനെയുള്ളവർ ഏത് രാജ്യത്തിലെത്തും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടതില്ല. അതുകൊണ്ട് പൈശാചികമായ അറിവ് വെച്ച് ജീവിക്കുന്ന വ്യക്തികളെ കണ്ടെന്ന് വരും. മറ്റൊരു കൂട്ടരുണ്ട്, അവരാണ് ലൗകിക ജ്ഞാനം. ബുദ്ധി വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, ബുദ്ധിയിൽ ഒരുപാട് കാര്യങ്ങൾ അവർക്കറിയാം, അതനുസരിച്ച് അവരുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. ലൗകികമായ ജ്ഞാനത്തെക്കുറിച്ച് 1 കൊറിന്തോസ് 3:19 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ലൗകികമായ ജ്ഞാനം ദൈവത്തിന് ഭോഷത്വമാണ്. ലൗകിക ജ്ഞാനമാണ് നമ്മളെ ഭരിക്കുന്നത് എങ്കിൽ നമ്മളെ ആരായിട്ടാണ് ദൈവം കാണുക? ഭോഷര്. ഇനി ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ തരം താഴ്ത്തപ്പെടരുത്. 3-ാമത്തെ കാര്യമാണ് ദൈവിക ജ്ഞാനം. ദൈവിക ജ്ഞാനമുള്ള വ്യക്തികളെ ലൗകിക ജ്ഞാനമുള്ളവർ ഭോഷരായിട്ട് കണ്ടേക്കാം. ചിലപ്പോൾ മാതാപിതാക്കളെ കുറിച്ച് മക്കൾ കേട്ടിട്ടില്ലേ, നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കണേ, ഇപ്പോഴും നിങ്ങൾ ഇങ്ങനെയൊരു കാര്യം പറഞ്ഞുകൊണ്ടാണോ ജീവിക്കുന്നത്, എന്തിനാ പ്രാർത്ഥന, അല്ലെങ്കിൽ ദൈവം ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചഞ്ചലിക്കുന്ന മാതാപിതാക്കളെ പോലും കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അവരുടെ മുമ്പിൽ ഉത്തരം പറയാൻ പറ്റിയില്ല എന്ന് പറയുന്ന ആൾക്കാർ, അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവരുടെ മനസ്സ് ചിലപ്പോൾ അതനുസരിച്ച് രൂപപ്പെട്ടെന്നും വരും. പ്രിയപ്പെട്ടവരെ, ദൈവിക ജ്ഞാനമുള്ളവരെ ലൗകിക ജ്ഞാനമുള്ളവരെ എതിർക്കും. ഈ എതിർപ്പ് നമ്മൾ അംഗീകരിക്കണം. ഇനി നമ്മൾ കാണുകയാണ്, പൗലോസ്ലീഹ അവൻ്റെ ശരീരത്ത് വിലങ്ങ് വീഴാൻ പോലും അനുവദിച്ചവനാണ്. പറയുണ്ട്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവാനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ ചുറ്റുപാടുമുള്ളവർ
ലൗകികരായിട്ട് ജീവിക്കുന്നത് കണ്ടാലും അത് നമ്മളെ സ്വാധീനിക്കില്ല. അവരുടെ സംസാരത്തിൻ്റെ പേരിൽ നമ്മൾ ദൈവിക നിയമങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തില്ല. ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട നിയമം ദൈവത്തെ സ്നേഹിക്കുക, അയൽക്കാരെ സ്നേഹിക്കുക. ഇതിനകത്ത് ബാക്കി എല്ലാ നിയമങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഗലാത്യർ 5-ാം അധ്യായം 14-ാമത്തെ വചനം വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന കാര്യമാണ്. ഈ ഒരു സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് സ്നേഹം നമ്മുടെ രാജകീയ നിയമമാക്കി മാറ്റണം. നമ്മുടെ കുടുംബത്തിലെ കുടുംബാംഗങ്ങളെ ഭരിക്കുന്നത് സ്നേഹം എന്ന നിയമമായി മാറണം. അങ്ങനെയുള്ളിടത്ത് ദൈവം വസിക്കും, അവരുടെ ജീവിതം അനുഗ്രഹപൂരിതമായിരിക്കും. ഈ ഒരു വലിയ കൃപയ്ക്കായി ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.